MBBS കോഴ്സിൽ പഠിത്തം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവർക്ക് അല്ലടോ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ കുഹാസ് അവർ തന്നെ ഒരുക്കി തരുന്ന ഒരു അവസരമാണ് ഈ കലോത്സവം എന്ന് പറയുന്നത്. സോ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജസിനെയും 3 സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നോർത്ത്, സെൻട്രൽ ആൻഡ് സൗത്ത് സോൺ. സിൻസ് വി ബിലോങ് ടു ഇടുക്കി ഡിസ്ട്രിക്ട്, നമ്മൾ സെൻട്രൽ സോൺ ആണ്. ഇവിടുത്തെ സെൻട്രൽ സോണിലെ കോളേജസ് എല്ലാം പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് അറ്റ് പാലക്കാട്. അങ്ങനെ 11th 12th നമുക്ക് കിട്ടിയ കുറേ ഫ്രണ്ട്സിനെ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇവിടെ വെച്ച് കാണാനായിട്ട് പറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ 11th 12th റെസിഡൻഷ്യൽ സ്കൂളോ അല്ലെങ്കിൽ ബ്രില്യനിലോ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കോളേജിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കേരളത്തിലെ ഓൾമോസ്റ്റ് മിക്ക മെഡിക്കൽ കോളേജിലും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. പണ്ട് സ്കൂളിലത്തെ കലോത്സവത്തിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു എൻട്രൻസും അങ്ങനെയൊക്കെ ആയിട്ടൊരു ബ്രേക്ക് വന്നിട്ട് വീണ്ടും കോളേജിൽ കയറിയിട്ട് കലോത്സവം അറ്റൻഡ് ചെയ്യുന്നത് ഇറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. ബട്ട് ഒരു വലിയ ഡിഫറൻസ് എനിക്ക് തോന്നിയത്, പണ്ട് നമ്മൾ കുറച്ചൊരു ടീംസിനെ ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് കാണുമ്പം ഇവിടെ വലിയൊരു ലാർജ് ഗ്രൂപ്പാണുള്ളത്. ഇത് MBBS മാത്രമല്ല ഇവിടെ സ്റ്റുഡൻസ് വരുന്നത്, റാദർ ഹോമിയോ, ആയുർവേദ അങ്ങനെ കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും സ്റ്റുഡൻസ് വരുന്നുണ്ടാകും. ഈ സ്റ്റേജ് ഹണ്ടിങ് ഒരു ഫൺ പാർട്ട് ഓഫ് ദി ഗെയിമാണ്. ഒരു സ്റ്റേജ് വന്നിട്ട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ മറ്റേ ദന്തല് ഓൾഡ് ന്യൂ അങ്ങനെയായിരിക്കും. അപ്പം നമുക്ക് അറിയാത്ത സ്റ്റേജ് അറിയാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് കണ്ടുപിടിക്കാൻ അതൊരു രസമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കിനും. ഇവിടെ നൈറ്റ് കർഫ്യൂ ഉള്ള നമ്മൾ അതെന്താണെന്ന് ചോദിക്കുന്ന കുറേ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കോട്ടാണ് ഇത് പോകുന്നത്. സോ ആ കിട്ടിയൊരു ലിബർട്ടിയും വി എൻജോയ്ഡ്. അവിടെ കണ്ട പ്രോഗ്രാംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടോം, ഡിക്ക് ആൻഡ് ഹാരി. ഞെട്ടിയില്ലേ? ഒന്നുമില്ല, അശ്വമേധമാണ്. എല്ലാ കോളേജസിലെയും സ്റ്റുഡൻസ് ഒരുമിച്ചിരുന്ന് അറ്റൻഡ് ചെയ്തെന്ന്. ഇറ്റ് വാസ് എ ഗുഡ് എൻഡിങ്.